ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ഒരു മലയാള മൂവിയാണ് ഇറവൻ. ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയായ ഇറവനിൽ അഭിജിത്ത് വയനാട്, അഞ്ജന മോഹൻ എന്നിവരാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 2025 റിലീസായ ഈ മൂവി ഇപ്പോൾ മനോരമാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാള മൂവിയാണ് പുള്ള്. ആനന്ദ് പാൽ, ജയപ്രകാശ് കുല്ലൂർ, ധനിൽ കൃഷ്ണ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ കെല്ലിക്കോടൻ, റിയാസ് റാസ് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്തൊരു സോഷ്യൽ ഡ്രാമ ഫിലിമാണ് പുള്ള്. മനോരമാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു സീരീസാണ് ദ ഡൈനോസേഴ്സ്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു സീരീസാണ് വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ. ഒരു അഡ്വഞ്ചർ സീരീസാണ് വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ. മാർച്ച് 10 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാള മൂവി വലതുവശത്തെ കള്ളൻ. ബിജു മേനോൻ, ജോർജ് ജോർജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്തൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് വലതുവശത്തെ കള്ളൻ. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൂവി വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് രാഹു കേതു. പുൽകിത് സ്മാർട്ട്, വരുൺ ശർമ്മ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയൊരു അഡ്വഞ്ചർ കോമഡി ഫാന്റസി ഫിലിമാണ് രാഹു കേതു. വിപുൽ വീക്ക് സംവിധാനം ചെയ്ത ഈ മൂവി ഹിന്ദു പുരാണത്തിലെ രാഹു കേതു സങ്കല്പങ്ങളെ തമാശയോടും ഫാന്റസിയോടും കൂടിയാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസാണ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ മൂവി റെന്റ് ഓപ്ഷനിലൂടെ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ലഭ്യമാണ്. അടുത്തതൊരു തമിഴ് മൂവിയാണ് പോക്കി. അജയ് ദിഷാൻ, പാണ്ഡ്യരാജൻ, സുനിൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിജയ് ആന്റണിയുടെ നിർമ്മാണത്തിൽ ഗണേഷ് ചന്ദ്ര സംവിധാനം ചെയ്ത മൂവിയാണ് പോക്കി. റൊമാൻറ്റിക് കോമഡി ചിത്രമായ പോക്കിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. മാർച്ച് 13 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാള മൂവിയാണ് ബാൾട്ടി. നവാഗതനായ ഉണ്ണി ശിവലിംഗത്തിന്റെ സംവിധാനത്തിൽ ഷെയ്ൻ നിഗം, ശാന്തനു ഭാഗ്യരാജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ സ്പോർട്സ് ഡ്രാമ ചിത്രമാണ് ബാൾട്ടി. തമിഴ്നാട് അതിർത്തിയിലെ കബഡി താരങ്ങളുടെയും ഗുണ്ടാസങ്ങളുടെയും കഥയാണ് ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. 2025 സെപ്റ്റംബർ 26 റിലീസ് ചെയ്ത ഈ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് വെബ് സീരീസാണ് കാട്ടാൻ. M മണികണ്ഠൻ സംവിധാനത്തിൽ വിജയ് സേതുപതി നായകനായെത്തിയ ഒരു ആക്ഷൻ ഡ്രാമ സീരീസാണ് കാട്ടാൻ. തമിഴിന് പുറമെ മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ 2026 മാർച്ച് 27 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു വെബ് സീരീസാണ് റിസോർട്ട്. ഒരു ത്രില്ലർ ഡ്രാമ സീരീസായ റിസോർട്ടിൽ പ്രശാന്താണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മാർച്ച് 13 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാള മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജിനെ നായകനാക്കി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത മൂവിയാണ് വിലായത്ത് ബുദ്ധ. ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമായ വിലായത്ത് ബുദ്ധയിൽ പൃഥ്വിരാജിനെ കൂടാതെ ഷെമ്മി തിലകൻ പ്രധാന വേഷത്തിലെത്തുന്നു. വളരെയധികം പ്രശംസ നേടിയ പെർഫോമൻസ് ആയിരുന്നു പൃഥ്വിരാജിൻ്റെയും ഷെമ്മി തിലകൻ്റെയും. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് ദ താജ് സ്റ്റോറി. പരേഷ് റാവൽ പ്രധാന വേഷത്തിലെത്തിയൊരു കോർട്ട് റൂം ഡ്രാമ മൂവിയാണ് ദ താജ് സ്റ്റോറി. താജ്മഹലിൽ 30 വർഷം ടൂറിസ്റ്റ് ഗൈഡായി ജോലി ചെയ്ത വിഷ്ണുദാസ് എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ പ്രമേയം. തുഷാർ അമരീഷ് ഗോയൽ സംവിധാനം ചെയ്ത ഈ മൂവി ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് 13 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി ദുരന്തർ 2 ദ റിവഞ്ച്. രൺവീർ സിംഗിനെ കേന്ദ്ര കഥാപാത്രമാക്കി ആദിത്യധർ സംവിധാനം ചെയ്ത സ്പൈ ആക്ഷൻ ത്രില്ലർ വിത്ത് ഗാങ്സ്റ്റർ ക്രൈം ഡ്രാമ മൂവിയാണ് ദുരന്തർ 2 ദ റിവഞ്ച്. രൺവീർ സിംഗിനെ കൂടാതെ സഞ്ജയ് ദത്ത്, ആർ മാധവൻ എന്നിവരും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. 2026 മാർച്ച് 19 റിലീസ് ചെയ്യുന്ന ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി.